Christmas is a time when stories from the Bible comes alive. Our MMVS members is presenting before you a special skit, Veendedupinte Morigal, Voice of Redemption, portraying some of the most inspiring women from the Bible. Each of these characters carries a unique story, a powerful message, and a timeless lesson of faith that guided these women. So, audience, get ready to be inspired by this performance. നമ്മുടെ ഇടവകയുടെ വളർച്ചയുടെ പിന്നിൽ നിൽക്കുന്നത് സ്ത്രീ സമൂഹമാണ്. അവർ എന്നും നമുക്ക് അഭിമാനമാണ്. സ്വാഗതം ചെയ്യുന്നു അജീന, അലീന, അലിഷ്ബ, ബെറ്റ്സി, റീനോ, ലെനിസബത്ത്, സാലി, ജുബിയ, ജാനി, മിന്നു, റോന, ഷിമി, ലുദിയ ആൻഡ് ഹെപ്സി, coordinated by Christina and Niba. വിശുദ്ധ വേദപുസ്തകത്തിലെ സ്ത്രീ ചരിത്രത്തിൽ അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് നടന്നു നീങ്ങിയ ചില ജീവിതങ്ങളെ നമുക്ക് കാണാം. അങ്ങനെയുള്ള കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ ഇന്നിവിടെ കടന്നു വരുന്നു. മെൽബൺ സെയിന്റ് ഗ്രിഗോറിയോസ് തീർത്ഥാടന ദേവാലയത്തിലെ മർത്തമറിയ സമാജത്തിന്റെ ക്ഷണം സ്വീകരിച്ച് കടന്നുവരുന്ന ഈ സ്ത്രീ രത്നങ്ങളുടെ ജീവിത അനുഭവങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മിന്നു, ചെയർസ് ഇട്ടില്ലല്ലോ. വാ, എല്ലാരും എത്തും മുമ്പ് എല്ലാം റെഡി ആക്കണം. അയ്യോ ചേച്ചി, ഇതേ ഇപ്പം ഇടാട്ടോ. ഞാൻ ആർക്കുള്ള ഫുഡ് റെഡി ആക്കുമായിരുന്നേ. ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ആർക്കൊക്കെ ഇഷ്ടമാകുമോ എന്തോ. ഓ, അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുമെന്നേ. ജെനി, എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് തോന്നുന്നു ചേച്ചി. ഹൗവ കൊച്ചമ്മ ലാൻഡായി എന്നാണ് അറിഞ്ഞത്. നമ്മുടെ കമ്മിറ്റിക്കാരാണെങ്കിൽ ഓൺ ദ വേയും ആണ്. നമുക്കെല്ലാം പെട്ടെന്ന് റെഡി ആക്കണം കേട്ടോ. അയ്യോ, ഒട്ടും സമയമില്ലാട്ടോ. ഇനി വാ, നമുക്കൊരു സെൽഫി എടുക്കാം. പിന്നെ സമയം കിട്ടത്തില്ല. പിന്നെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം നമുക്ക്. ഞാൻ പോയി സുജനച്ചനോട് ഒരു കാര്യം ചോദിച്ചിട്ട് വരാമേ. ഹെപ്സി ചേച്ചി, പ്രൊജക്ട് റെഡി ആയോ? വാ, നമുക്ക് പോയി ചെക്ക് ചെയ്തിട്ട് വരാം. ആഹാ, ഹവ കൊച്ചുമ്മേ, ഇത് എപ്പ എത്തി? എന്തു പറ്റി കൊച്ചുമ്മേ? മുഖം വാടിയിരിക്കുന്നല്ലോ. അല്ല മോളെ, ഈ ദേവാലയവും ഇതിനു ചുറ്റുമുള്ള ഫലവൃക്ഷങ്ങളും മൃഗങ്ങളും കണ്ടിട്ട് ഏതൻ തോട്ടത്തിൽ ജീവിച്ചിരുന്ന കാലം ഓർത്തുപോയതാണ് ഞാൻ. മോൾക്കറിയാലോ, ഞാനും എൻ്റെ പ്രിയതമനും എത്ര സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നതെന്ന്. എന്നും വൈകുന്നേരം ദൈവം തോട്ടത്തിൽ വരും. ഞങ്ങൾ ഒരുമിച്ച് സമയം ചെലവഴിക്കും. അതൊക്കെയായിരുന്നു മനോഹരമായ ദിനങ്ങൾ. എന്നാൽ സാത്താന്റെ പ്രലോഭനത്തിൽ എന്ന് വീണുപോയോ, അന്ന് പോയി കിട്ടി ആ കൂട്ടായ്മയുടെ സന്തോഷം. ഞാൻ കാരണം ആദമും പാപം ചെയ്തു. എന്റെ അനുസരണക്കേടും കൺമോഹവും കാരണം സ്ത്രീകൾ മുഴുവൻ ശാപഗ്രസ്തരായി. സാരമില്ല കൊച്ചമ്മേ, ആ പാപങ്ങൾക്കുള്ള മോചനം ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചല്ലോ. എന്തായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് മീറ്റിംഗിൽ എത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ സമ്മേളനത്തിൽ നിങ്ങൾ വിളിച്ചപ്പോൾ എനിക്കും ഒത്തിരി സന്തോഷമായി. കൊച്ചമ്മ ഇരുന്നാട്ടെ, ഞാൻ ഇപ്പൊ വരാം. അല്ല, ഇത് ആരാ? ഇത് ഹവ കൊച്ചമ്മയല്ലേ? എന്ത് പറ്റി? മുഖം എല്ലാം വാടിയിരിക്കുന്നല്ലോ. ഓ, സാറയോ? ഞാനിങ്ങനെ എനിക്ക് പറ്റിയ വീഴ്ചകളെ പറ്റി ഇവരോടൊക്കെ പറയുമായിരുന്നു. പിന്നെ യാത്രയെല്ലാം സുഖമായിരുന്നോ? ഒരു കുഴപ്പമില്ലായിരുന്നു കൊച്ചമ്മേ. ഇവരെല്ലാം ഭംഗിയായി നടത്തി തന്നു. സാറാ, നിന്നെ പറ്റി എനിക്ക് വളരെ അഭിമാനമാണ് കേട്ടോ. വേദപുസ്തകം നിന്റെ വിശ്വാസത്തെപ്പറ്റി എടുത്തു പറയുന്നു. വിശ്വാസത്താൽ സാറ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചെന്ന് എബ്രായർ 11:11 പറയുന്നുണ്ട്. കൊച്ചമ്മ പറഞ്ഞതൊക്കെ ശരിയാണ്. എന്നാൽ എന്നിലും കുറെ കുറവുകൾ ഉണ്ടായിരുന്നു കൊച്ചമ്മേ. വരും തലമുറയോട് എനിക്കിതെല്ലാം ഒന്ന് പറയണം. ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറ്റാനായി ഞാൻ ഒട്ടും ക്ഷമ കാണിച്ചിരുന്നില്ല. ഞാൻ എൻ്റെ ദാസിയായ ഹാഗറിനെ എൻ്റെ ഭർത്താവായ അബ്രാഹാമിന് കൊടുത്തു.
ഒടുക്കം അവൾ ഗർഭിണിയായപ്പോൾ ഞാൻ നിന്നാപാത്രമായി. എന്നെ ഒരുപാട് ശുശ്രൂഷിച്ച ആളാണ് ഹാഗർ. എന്നാലും ഞാൻ അവളോട് വളരെ കഠിനമായി പെരുമാറി. എല്ലാം എൻ്റെ അക്ഷമ കാരണമാണ്. ശരിയാണ് സാറ, നമ്മൾ ഒരിക്കലും ക്ഷമയില്ലാത്തവരാകരുത്. ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ മതിയായവനാണ്. വിശ്വാസത്തോടെ നാം കാത്തിരിക്കണം. അല്ല, എൻ്റെ കൂടെ എൻ്റെ മരുമക്ക് റബേക്കയും വന്നിരുന്നല്ലോ. നമ്മൾ സംസാരിച്ചിരുന്നപ്പോൾ ഞാൻ ആ കാര്യം അങ്ങ് വിട്ടുപോയി. ഈ കുട്ടി എവിടെ പോയി? റബേക്ക, റബേക്ക. അമ്മേ, ഞാൻ ഇവിടെ ഉണ്ടേ. പുറത്ത് കുറച്ച് ആടുകളെ കണ്ടു. ഞാൻ അതിന് വെള്ളം കൊടുക്കാൻ നിന്നതാണമ്മേ. നീ ഇനി ഈ പണി നിർത്തിയില്ല കുഞ്ഞെ. എല്ലാം നല്ലത് കേട്ടോ കൊച്ചമ്മേ. ഇവള് വലിയ പരോപകാരിയാ. എൻ്റെ മകൻ ഇസ്ഹാക്കിന് ഇവളോട് വലിയ സ്നേഹമാ. നല്ലപോലെ കുടുംബം നോക്കുന്ന കൊച്ചാ. ദൈവം ഇവക്ക് ഇരട്ട ആൺമക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചു. രണ്ടുപേരും മിടുക്കന്മാരാ. മോളെ കണ്ടതിൽ എത്ര സന്തോഷമായെന്നോ. ഇങ്ങനെ വേണം കുട്ടികളായാൽ. അയ്യോ മോളെ, എന്താ വിഷമിക്കുന്നത്? കുഞ്ഞിന്റെ മുഖം മാടിയല്ലോ. ആ, അമ്മ പറയുന്നതെല്ലാം ശരിയാണ്. പക്ഷേ യഹോവയായ ദൈവം എനിക്ക് 2 ഇരട്ട കുഞ്ഞുങ്ങളെ തന്നു. മൂത്തവൻ ഏശാവ്, ഇളയവൻ യാക്കോബ്. ഞാൻ ഏശാവിനേക്കാൾ യാക്കോബിനെ ഒരുപാട് സ്നേഹിച്ചു. ആരും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. മക്കളിൽ പക്ഷാഭേദം കാണിച്ചതിൽ വളരെ ദുഃഖമുണ്ട്. എന്റെ കൗശലബുദ്ധി കാരണം യാക്കോബ് തെറ്റ് ചെയ്തു. അവൻ അപ്പനിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുത്തു. അതിൻ ഫലമായി എൻ്റെ മക്കൾ ശത്രുക്കളായി. തലമുറകളായി തീരാത്ത ശത്രുത. ശരിയാണ് മോളെ, നാം ഒരിക്കലും മക്കളെ വേർതിരിച്ച് കാണരുത്. ഒരുപോലെ സ്നേഹിക്കാൻ പഠിക്കണം. ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനല്ലേ നമ്മളെ പഠിപ്പിച്ചത്? ആ, എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞാൻ പോയിട്ട് മീറ്റിംഗ് തുടങ്ങാറാകുമ്പോഴത്തേനും വരാം. ഈ ആദാമനാണെങ്കിൽ ഞാൻ തന്നെ ചായ ഇട്ട് കൊടുക്കണം. ആ, ശരിയാവോ കൊച്ചമ്മേ. പിന്നെ കാണാം. എന്നാ ഞാനങ്ങ് ഇരിക്കട്ടെ. ആ മോളെ, ലയല്ലേ വരുന്നേ? അതെ അമ്മേ, ലേയും റേച്ചിലും മീറ്റിങ്ങിന് വരുന്നെന്ന് പറഞ്ഞിരുന്നു. യാക്കോബിന് റേച്ചിലിനെ ആയിരുന്നു പ്രിയം. എങ്കിലും ഇവൾക്കായിരുന്നു അവന്റെ ആദ്യ ഭാര്യയാകാനുള്ള ദൈവനിയോഗം. വന്ദനം സാറാമ്മച്ചി. വന്ദനം അമ്മേ. സുഖമല്ലേ രണ്ടുപേർക്കും? സുഖമായിരിക്കുന്നു മോളെ. ഞാൻ നിന്നെ പറ്റി പറയുകയായിരുന്നു. നീ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നീയും നിന്റെ സഹോദരി റേച്ചലും എത്ര സ്നേഹത്തോടെയാണ് യാക്കോബിന്റെ ഭാര്യമാരായിരിക്കുന്നത്. ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശരിയാണമ്മേ, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ശരിയാ. എനിക്ക് മാത്രമേ സത്യാവസ്ഥ അറിയുള്ളൂ. അതെന്താ മോളെ? അല്ലമ്മേ, ചില കാര്യങ്ങൾ എന്നിലും ശരിയല്ലാത്തതുണ്ട്. ഒരു പക്ഷേ ഇന്ന് ഇവരോട് ഇവിടെ വെച്ച് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അത് ഒഴിവാക്കാൻ കഴിഞ്ഞാലോ? അല്ലേ? ദൈവം എനിക്ക് മക്കളെ തന്നു. പക്ഷേ എന്റെ ഭർത്താവിന് റേച്ചലിനോടായിരുന്നു എന്നേക്കാൾ പ്രിയം. അതും അവൾക്ക് മക്കളില്ലാതെ ഇരുന്നപ്പോഴും. അതുകൊണ്ട് എനിക്ക് അവളോട് ആകെ അസൂയയായി. ഞാൻ എന്റെ മകൻ കൊണ്ടുവന്ന ദൂരായി പഴം കൊടുത്തിട്ട് അവളുടെ അടുത്തു നിന്ന് എന്റെ ഭർത്താവിനെ എന്റെ അടുക്കൽ വരുത്തി. ദൈവം നന്മകളെ തരുമ്പോൾ അസൂയ എന്ന ജഡീകഫലം നമ്മളിൽ വളരാൻ പാടില്ല. മോള് പറഞ്ഞത് വളരെ ശരിയാണ്. അസൂയ വലിയ അപകടം പിടിച്ചതാണ്. ആട്ടെ, നീ ഒറ്റയ്ക്കാണോ വന്നത്? റേച്ചൽ എവിടെയാ? റേച്ചൽ എന്റെ കൂടെ വന്നതാണ്. അവൾ ഒരു കടയിൽ കയറി. ദാ അവിടെ ഉണ്ട്. ചേച്ചി ക്ഷമിക്കണം, ഞാൻ ആ വിഗ്രഹങ്ങളുടെ കട കണ്ടപ്പോ ഒന്ന് നിന്നുപോയി. എന്ത് മനോഹരമായിട്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്നേ. നമ്മുടെ അപ്പന്റെ വീട്ടിലെ വിഗ്രഹങ്ങളെക്കാട്ടിലും കുറേ അധികം മോഡലുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഒരെണ്ണം ഞാനങ്ങ് വാങ്ങി. സുഖമല്ലേ മോളെ നിനക്ക്? എന്റെ സഹോദരൻ ലാബാനും സുഖമായിരിക്കുന്നുവോ?
ആ സുഖം തന്നെ അമ്മേ. അമ്മയ്ക്ക് എന്നോട് ഒന്നും തോന്നരുത്. എനിക്ക് ഈ വിഗ്രഹങ്ങളെ വിട്ടുകളയാൻ പറ്റുന്നില്ല. പണ്ട് അപ്പൻ്റെ അടുത്ത് നിന്ന് പോന്നപ്പോഴും ഞാൻ വിഗ്രഹങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോന്നു. വിഗ്രഹാരാധന വലിയ പാപമാണെന്നും അത് 10 കൽപ്പനയ്ക്ക് എതിരാണെന്നും ഒക്കെ എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, ഇതിന്റെ ഫലം ഞാൻ അനുഭവിച്ചു. വഴിയിൽ ഞാൻ നശിച്ചു പോയി. നിങ്ങളെങ്കിലും ഈ വിഗ്രഹാരാധനയിൽ വീടെന്തെന്നുള്ളത് എൻ്റെ എളിയ അപേക്ഷയാണ്. ആഹാ, ഇതാരാ? മോശയുടെ സഹോദരി മിറിയമോ? വേദപുസ്തകത്തിൽ നിന്നെ പ്രവാചകി എന്നല്ലോ വിശേഷിപ്പിക്കുന്നത്. അതെ, നീ പറഞ്ഞത് ശരിയാ. ഞാൻ എൻ്റെ കൂട്ടു സഹോദരിമാരോട് ചേർന്ന് തപ്പു തട്ടിയും കിന്നരം മീട്ടിയും ദൈവത്തെ പാടി സ്തുതിക്കാറുണ്ട്. നിങ്ങൾക്കറിയോ, ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാ ഞാൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവം മുൻപാകെ എനിക്ക് വലിയ വീഴ്ച വന്നുപോയി. ഞാൻ എൻ്റെ സഹോദരൻ മോശയ്ക്കെതിരായി വിരോധമായി പെറുപിറുത്തു, അതും അഹറോനോട്. ഇത് കണ്ടോ, ഈ കാണുന്ന കുഷ്ഠമില്ലേ, അതിന് ദൈവം തന്ന ശിക്ഷയാണ്. കർത്താവേ, എന്തായി ഞാൻ കാണുന്നേ? ഒരുപാട് ആഗ്രഹിച്ചതാ ഒന്നും കാണണമെന്ന്. പറ്റിയാൽ മിരമിന്റെ കോറിലൊന്ന് പാടണമെന്നു. അതിനെന്താ റാഹാബ്, ഈ ദേവാലയത്തിലെ കൊയറും സജീവമാണെന്നാ ഞാൻ അറിഞ്ഞത്. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് പാടാം. നിന്നെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി റാഹാബ്. നീ നിന്റെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ദൈവത്തെ സേവിക്കാനുള്ള അവസരം കളയാതെ സൂക്ഷിച്ച് തീഷ്ണതയോടെ നിലനിൽക്കുന്നു. ജോഷുവായ്ക്കും ഇസ്രായേൽ മക്കൾക്കും വലിയൊരു നന്മയാണ് നീ ചെയ്തത്. അതുകൊണ്ടാണല്ലോ ലോകരക്ഷിതാവായ ക്രിസ്തുവിന്റെ വംശാവലിയിൽ നിന്റെ പേരും ഉള്ളത്. നീ നിന്റെ പാപങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായി. മിടുക്കി. ഒന്നിനും ഞാൻ യോഗ്യയല്ല മിരിയം. എല്ലാം ദൈവത്തിന്റെ കൃപ. എൻ്റെ പാപങ്ങൾ വലുതായിരുന്നു. അശുദ്ധി, ദുഷ്കാമം ഒക്കെയും എന്നെ പിടിച്ചിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം എന്നോട് കരുണ തോന്നി. അല്ല, ഇത് ആരൊക്കെയാ? എല്ലാരും ഉണ്ടല്ലോ. ഹലോ മാമേ, സുഖമല്ലേ? ദൈവകൃപയാൽ ക്ഷേമമായി ഇരിക്കുന്നു മോളെ. പെണ്ണിനേക്കും മെൽക്കനേക്കും എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാം നന്നായി പോകുന്നു. എല്ലാ വർഷവും ഞങ്ങൾ ദേവാലയത്തിൽ പോകും, ശമൂവേലിനെ കാണും, വർഷാനന്തരം യാഗങ്ങളും കഴിക്കും. പക്ഷേ എത്രയൊക്കെ ആണെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്നു. എന്ത് പറ്റിയ മാമേ? വിഷമിക്കണ്ട, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന്. നിങ്ങൾക്കറിയില്ലേ, എൻ്റെ ഭർത്താവ് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ദൈവം എൻ്റെ കണ്ണുനീരിന് മറുപടിയായി ശമൂവേലിനെയും തന്നു. എന്നാൽ ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിലോടും തിരിഞ്ഞു നോക്കും. ശമൂവേൽ ജനിക്കുന്നതിന് മുൻപേ എനിക്ക് പലപ്പോഴും പെനീനയോട് അസൂയയായിരുന്നു. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്ന് അത് ഉണ്ടാകുകയില്ല. പെനീനയും ഞാൻ ഒരുപോലെ സ്നേഹിക്കും. നല്ലതമ്മാമ്മേ, ദൈവം അനുഗ്രഹിക്കും. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ആ വരുന്നത് ലോത്തിന്റെ ഭാര്യയല്ലേ? സുഖമായിരിക്കുന്നു മിസ്സസ് ലോത്ത്. ഇങ്ങനെ യാത്ര ചെയ്യാൻ പാടല്ലേ? അതേ മക്കളെ, ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകാതെ പുറകോട്ട് നോക്കി എൻ്റെ അനുസരണക്കേടിന് ദൈവം തന്ന ശിക്ഷയാണിത്. മോള് വിഷമിക്കണ്ട, തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്കൊരു വീണ്ടെടുപ്പ് ഉണ്ടാകും. കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടങ്ങളെ ദൈവം അനുഗ്രഹമാക്കി തരും. അഹസീറസ് രാജാവിന്റെ രാജ്ഞി എസ്തേറും എത്തിയല്ലോ. എല്ലാവരും കടന്നു വന്നിട്ടുണ്ടല്ലോ. ഈ ദിവസത്തിന് വേണ്ടി നാം ഒരുപാട് ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുമാണ്. നിങ്ങളുടെ മീഡിയ ടീം വളരെ ആക്റ്റീവാണ്
എന്ന് നാം മനസ്സിലാക്കുന്നു. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഫേസ്ബുക്കും യൂട്യൂബും വഴി നാം കാണാറുണ്ട്. ഞാൻ ഒരു സാധാരണക്കാരി യുവതിയായിരുന്നു. എന്നാൽ ദൈവം തന്റെ ജനത്തിന്റെ രക്ഷയ്ക്കായിട്ട് എന്നെ ഉപയോഗിച്ചു. അർഹിക്കാത്ത ചില പദവികൾ തന്ന് ദൈവം നമ്മെ ഉയർത്തുമ്പോൾ ദൈവപ്രവർത്തികൾ നമ്മിലൂടെ നിറവേറ്റപ്പെടാൻ നാം ധൈര്യത്തോടെ നിൽക്കണം. ദൈവം നമ്മിലൂടെ വൻ കാര്യങ്ങൾ പ്രവർത്തിക്കും. നമ്മുടെ കർത്താവിന്റെ അമ്മ വന്നല്ലോ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്താ ഒരു ചർച്ച? ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകളെ പറ്റി ഓർത്തിരിക്കുവായിരുന്നു അമ്മേ. സാധാരണക്കാരിയായ ഒരു കന്യകയായിരുന്നു ഞാൻ. ദൈവഹിതം അനുസരിച്ച് ദൈവപുത്രനായ ക്രിസ്തുവിനെ വഹിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. ആ ദൈവം നിങ്ങളുടെയും സർവ്വലോകത്തിൻ്റെയും പാപങ്ങളെ നീക്കുവാനായിട്ടാണല്ലോ മനുഷ്യ അവതാരം ചെയ്തത്. അമ്മേ, ഇന്ന് നിങ്ങൾ എല്ലാവരെയും കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇവരുടെ അനുഭവങ്ങളും കഥകളും മനസ്സിനെ വല്ലാതെ തൊട്ടു. നമുക്ക് ഇന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്ന കാലമാണ് അല്ലേ? പക്ഷേ ഇവരുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിലും അനുഗ്രഹത്തിലും ഉറച്ചു തന്നെ നിൽക്കണമെന്ന ബോധ്യം വന്നു. ഇതൊക്കെ മറക്കാതിരിക്കാൻ നന്നായി തന്നെ ശ്രമിക്കുകയും വേണം. പാപം നിറഞ്ഞ ഈ ലോകത്തിൽ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിപ്പാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മുൻപിൽ നടന്നു നീങ്ങിയ ഈ സ്ത്രീജനങ്ങളുടെ ജീവിത അനുഭവങ്ങളും തിരിച്ചറിവുകളും ഈ പുതുവർഷത്തിൽ സ്വയം പരിശോധന നടത്തി വിശുദ്ധമായി ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഏവരുടെയും ക്രിസ്തുമസ് ആശംസകൾ.